പത്മജ വേണുഗോപാലിന്റെ നീക്കം സത്യത്തിൽ കോൺഗ്രസ് നേതാക്കളിൽ ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട് എന്നാണ് പല പ്രതികരണങ്ങളും സൂചിപ്പിക്കുന്നത്. വളരെ രൂക്ഷമായ ഭാഷയിൽ സ്വന്തം പെങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്ത് വന്നത്. കാരണം ലീഡർ കെ കരുണാകരൻ്റെ മകൾ, കോൺഗ്രസിൻ്റെ സീനിയർ നേതാവ്, കോൺഗ്രസ് വിട്ട് പോകുന്നത്, BJPയിലേക്ക് പോകുന്നത് താങ്ങാനാവാത്ത ഒരു പ്രശ്നമായിട്ട് ചില കോൺഗ്രസ് നേതാക്കൾക്കും അണികളിലും അത് പ്രകടമാകും. അപ്പോൾ വരും ദിവസങ്ങൾ ഒരു വിഴുപ്പലക്കിൻ്റെ ദിവസങ്ങളായിട്ട് നമുക്ക് കണക്കുണ്ട്. അപ്പം കെ മുരളീധരൻ പറഞ്ഞതിന് ഞാൻ തിരിച്ച് കൂടുതലൊന്നും മുരളിയേട്ടനെ കുറിച്ച് പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോകും എന്ന് പറഞ്ഞ് പത്മജ തൽക്കാലം അത് അവിടെ നിർത്തി. പിന്നീട് ചിലപ്പോൾ പത്മജ കൂടുതൽ വിളിച്ചു പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ കെ മുരളീധരൻ പറഞ്ഞത് ഇത് ചതി, സംശയമില്ല, ഇനി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. കെ കരുണാകരൻ്റെ ആത്മാവ് പത്മജിയോട് പൊറുക്കില്ല. കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് കയറി നിരങ്ങാൻ സംഘികളെ അനുവദിക്കത്തില്ല. അതിരൂക്ഷമായ ഭാഷയാണ് പ്രയോഗിച്ചത്. അതിന് പത്മജ പറഞ്ഞ മറുപടി, ചുരുക്കി പറഞ്ഞ മറുപടി അവിടെ നിർത്തി. അതായത് മുരളിയേട്ടൻ പാർട്ടി വിട്ട് പലയിടത്തും പോയപ്പോൾ ഞാൻ കൂടെ പോയിട്ടില്ല, ഞാനന്നും കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ കോൺഗ്രസ് വിടുന്നതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്, കൂടുതലൊന്നും ഞാൻ അദ്ദേഹത്തോട് ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ് പത്മജ ചെയ്തത്. അപ്പോൾ പത്മജ പറഞ്ഞത് VD സതീശനും രമേശ് ചെന്നിത്തലയും ഒഴികെയുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം താനുമായിട്ട് സംസാരിച്ചു ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ. പിന്നെ കെ മുരളീധരൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്തെന്ന് പറയുമ്പോൾ ചിരിക്കുകയാണ് പത്മജ ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്താൽ പിന്നെ എന്താണ് സംസാരിക്കേണ്ടി വരിക എന്നുള്ളതിൻ്റെ ഒരു ഹെസിറ്റേഷൻ അതിനകത്ത് ഉണ്ടാവുമായിരിക്കും. എന്തായാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ഒഴികെയുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളുമായും താൻ ഫോണിൽ സംസാരിച്ചു, കാര്യങ്ങൾ കൈമാറി, തീരുമാനങ്ങൾ എന്താണെന്ന് അറിയിച്ചു എന്നാണ് പത്മജ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഇലക്ഷൻ കാലത്ത് കോൺഗ്രസ് എന്നുള്ള ഈ കൊഴിഞ്ഞുപോക്ക് കേരളത്തിൽ കോൺഗ്രസിനെ വല്ലാണ്ട് ക്ഷീണിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷത്തിന് അവരുടെ പ്രചാരണ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ ഇത് സഹായിക്കും. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രചാരണം കേരളത്തിലും ശരിയല്ലേ എന്ന് വളരെ ശക്തമായ രീതിയിൽ പ്രചരിപ്പിക്കാൻ കോൺഗ്രസിനെയും UDFനെയും പ്രതിരോധത്തിൽ ആക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കും. അതേസമയം BJP വഴി ഒരു പ്രഹരം കോൺഗ്രസിനും ഏൽപ്പിക്കാൻ കഴിയുന്നു. ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചാൽ ഇനിയും ചില നേതാക്കൾ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട് കേരളത്തിൽ നിന്ന്. നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് ഇതൊക്കെ. കോൺഗ്രസ് ഏറ്റവും ദുർബലമായ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്കാണ്, പ്രചരണ കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ചെന്നപ്പെട്ടിരിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം അതിന് അടിവര ഇടുന്നുണ്ട്. ഇനി പൊളിറ്റിക്കൽ റിയാലിറ്റി നമ്മൾ എന്താണെന്ന് നോക്കുക. ഇപ്പോൾ പത്മജ BJPയിലേക്ക് പോയി കഴിയുമ്പോൾ കോൺഗ്രസ് അണികളിൽ എത്ര പേര്, എത്ര ശതമാനം BJP അനുകൂലമായിട്ട് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഇലക്ഷനിൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് അനലൈസ് ചെയ്യുന്നതെന്നായിരിക്കും. ഞങ്ങളുടെ വിലയിരുത്തൽ ഈ മാറ്റം അതിവലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും പെട്ടെന്ന് ഉണ്ടാക്കാൻ പോകുന്നില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പത്മജയെ പോലെ കൂടുതൽ നേതാക്കൾ, അറിയപ്പെടുന്ന ചില നേതാക്കളെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയതുപോലെ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയാൽ കുറച്ചുകൂടി അടിത്തട്ടിൽ അതിൻ്റെ അണികളിലും BJP അനുകൂല കോൺഗ്രസ് മൃദു ഹിന്ദുത്വ അണികളിൽ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെയും എന്താണ് പൊളിറ്റിക്കൽ റിയാലിറ്റി കേരളത്തിൻ്റെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ജയിക്കണമെങ്കിൽ പോൾ ചെയ്യുന്ന വോട്ടിൻ്റെ ഒരു 30% നേടണം. ഇപ്പോൾ ഒരു ശരാശരി നമ്മൾ വിചാരിക്കുക ഒരു ലോക്സഭാ സീറ്റിൽ 10 ലക്ഷം വോട്ടർമാർ, ഒരു ഏകദേശ കണക്ക് നമ്മൾ എടുക്കുകയാണ്, 10 ലക്ഷം വോട്ടർമാർ. ഇതിൽ ഒരു 4 ലക്ഷം, 3.5-4 ലക്ഷം ഒക്കെ അടുപ്പിച്ച് വോട്ട് നേടുന്ന ഒരാളിനാണ് ജയസാധ്യത വരുന്നത്. ഓരോ മണ്ഡലങ്ങളിലും വേരിയേഷൻസ് വരാം, എന്നാലും പൊതുവെ പറയുമ്പോൾ അപ്പോൾ ഒരു 30 മുതൽ 40 വരെ ശതമാനം പോൾ ചെയ്ത വോട്ടിൻ്റെ നേടുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമേ ജയിച്ചു വരാൻ സാധിക്കൂ. അത് LDF ആയാലും UDF ആയാലും ഇതുവരെയുള്ള ചരിത്രം അതാണ്.
അപ്പൊ ഇനി BJP ജയിച്ചു വരണമെങ്കിൽ ഈ മാർജിൻ കടക്കണം. കേരളത്തിൽ BJPയുടെ ആവറേജ് വോട്ടിംഗ് ശതമാനം ഏതാണ്ട് 15%. അത് കഴിഞ്ഞ പല ഇലക്ഷനിൽ, കഴിഞ്ഞ 3 ഇലക്ഷനുകൾ എടുത്താലും, ലോക്സഭ എടുത്താലും, കഴിഞ്ഞ 2 അസംബ്ലി ഇലക്ഷൻസ് എടുത്താലും BJPയുടെ വോട്ട് ഷെയർ നടന്ന ഏതാണ്ട് 15% ആവറേജ് ശരാശരിയാണ്. ഈ ശരാശരിയെ മറികടന്ന് 25, 28, 30% വോട്ട് നേടാനായത് തിരുവനന്തപുരത്തും തൃശ്ശൂരും അങ്ങനെ 1-2 മണ്ഡലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആറ്റിങ്ങലിൽ ഒരു 20% മുകളിലേക്ക് പോയ മണ്ഡലങ്ങൾ, ഇങ്ങനെ 2-3 മണ്ഡലങ്ങളേ ഉള്ളൂ. അതിനെയാണ് BJP A+ കാറ്റഗറി മണ്ഡലങ്ങൾ എന്ന് വിളിക്കുന്നത്. അവിടെ പോലും നിന്ന സ്ഥാനാർത്ഥികളുടെ മത്സരിച്ചവരുടെ ചില വ്യക്തിപരമായ മേൽക്കോയ്മ കൊണ്ടും BJPയെ മറികടന്ന് അണികളുടെ അപ്പുറത്ത് പോയി കുറേയൊക്കെ വോട്ട് നേടാൻ സാധിച്ചതുകൊണ്ടുമാണ്. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. തിരുവനന്തപുരത്തായാലും, ആറ്റിങ്ങലായാലും, തൃശ്ശൂരായാലും, പാലക്കാടായാലും. അതുകൊണ്ട് ഈ മാറ്റം, പത്മജിയുടെ ഈ മാറ്റം ഇനി കുറെ നേതാക്കൾ കൂടി പോയാലും BJPയെ ജയിപ്പിക്കാവുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇതിനെ എത്തിക്കുമോ എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്താൻ സാധിക്കത്തില്ല. അമിത പ്രതീക്ഷ BJP വെച്ച് പുലർത്തേണ്ടുന്ന കാര്യവുമില്ല. കാരണം തൃശ്ശൂര് പത്മജിയുടെ ഒരു തട്ടകമാണ്, K. കരുണാകരന്റെ തട്ടകമായിരുന്നു. അവിടെ പത്മജ BJPയിലേക്ക് ചെല്ലുന്നത് BJPക്ക്, പ്രത്യേകിച്ച് സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്യും എന്നാണ് ചില കോണുകളിൽ നിന്നുള്ള ചില അഭിപ്രായങ്ങൾ. കാരണം സുരേഷ് ഗോപി കൂടി മുൻകൈ എടുത്തുകൊണ്ടാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് BJP ദേശീയ നേതൃത്വമായിട്ട് ബന്ധപ്പെടുത്തി പത്മജയെ BJPയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് കേരളത്തിൽ അറിയാവുന്ന പ്രധാന നേതാവ് K. സുരേന്ദ്രൻ, സംസ്ഥാന പ്രസിഡന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അധികം പേരൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തൃശ്ശൂർ ഇതുകൊണ്ടൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും, തൃശ്ശൂർ പിടിക്കണം എന്ന ഒരു സുരേഷ് ഗോപിയുടെ ഒരു ഗെയിം പ്ലാനോടെ ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നരേന്ദ്രമോദി അടക്കമുള്ള കേന്ദ്ര നേതൃത്വം അതിനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു റൂട്ടിൽ കൂടിയാണ് പത്മജ BJPയിലേക്ക് പോകുന്നത്. ഇനി പത്മജ മത്സരിക്കുകയാണെങ്കിൽ അത് ചാലക്കുടിയിലെ മത്സരിക്കും, വേറൊരു സീറ്റിൽ മത്സരിക്കാൻ സാധ്യതയില്ല, തൃശ്ശൂർ ഉൾപ്പെടെ. ചാലക്കുടിയിൽ മുമ്പ് മത്സരിച്ച് തോറ്റതാണ്. K. കരുണാകരൻ അവിടെ പണ്ട് പഴയ മുകുന്ദപുരമായിരിക്കും അവിടെ മത്സരിച്ച് ജയിച്ചതാണ്. പത്മജ ലോനപ്പൻ നമ്പാടനോട് 1.25 ലക്ഷത്തോളം വോട്ടിനാണ് അന്ന് ദയനീയമായിട്ട് തോറ്റുപോയത് ചാലക്കുടിയിൽ മത്സരിക്കുമ്പോൾ. അപ്പോൾ വീണ്ടും അവിടെ ഇപ്പം മത്സരിക്കുമ്പോൾ BJP സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ ഒരു ചതുഷ്കോണ മത്സരം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ എന്താ ത്രികോണമല്ലാതാവുന്നത്? അവിടെ സാബു ജേക്കബിന്റെ കിറ്റക്സിന്റെ 2020 സ്ഥാനാർത്ഥി ചാർലി മത്സരിക്കുന്നുണ്ട്. അവിടുത്തെ ചാർലി പോൾ 2020 സ്ഥാനാർത്ഥി. കാരണം കിഴക്കമ്പലോ സമീപ പഞ്ചായത്തുകളിലും ഭരിക്കുന്നത് ഇപ്പൊ 2020 സാബു ജേക്കബിന്റെ പാർട്ടിയാണ്. അപ്പൊ അവർക്ക് കുറച്ച് വോട്ട് ബാങ്ക് അവിടെ ഉണ്ട്. അത് കിഴക്കമ്പലം ഒക്കെ ഈ ഉൾപ്പെടുന്ന കുറച്ച് ഭാഗങ്ങൾ ചാലക്കുടി മണ്ഡലത്തിലാണ്, കുറെ ഭാഗങ്ങൾ എറണാകുളം മണ്ഡലത്തിലും. അതുകൊണ്ട് എറണാകുളം ലോക്സഭയിലും ചാലക്കുടി ലോക്സഭയിലും 2020 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അവിടെയാണ് ചാലക്കുടിയിലെ ചാർലി പോളും മത്സരിക്കുന്നത്. അപ്പോൾ കുറച്ച് വോട്ട് അദ്ദേഹം നേടാം. പിന്നെ അവൻ വോട്ടുകൾ 4ആയിട്ട് കുറെ ഭിന്നിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആർക്കാണ് ജയസാധ്യത? BJPക്ക് ഒരു വലിയ നേട്ടം എന്നുണ്ടാക്കാൻ പറ്റുമെന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു പത്മജ മത്സരിച്ചാൽ. ഇനി ഒരുപക്ഷെ പത്മജ മത്സരിച്ചില്ലെങ്കിൽ പത്മജയ്ക്ക് രാജ്യസഭാ സീറ്റോ അതേപോലെ ആകർഷകമായ എന്തെങ്കിലും പദവി BJPയിൽ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം BJPയുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടിട്ടാണ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, പലതവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആള്, കേരളത്തിൽ കോൺഗ്രസിനെ കെട്ടിപ്പടുത്ത നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള്, ഒരു വലിയ സംഘാടകന്റെ മകൾ കോൺഗ്രസിലെ നേതാവ് BJPയിലേക്ക് പോകുമ്പോൾ അത് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ വളരെ ശക്തമായ ഇടപെടൽ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഒരു സംശയവും നമ്മൾക്കതിൽ കാണേണ്ട കാര്യമില്ല. അതുകൊണ്ട് പത്മജയെ അനാഥയാക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ അവർക്ക് എത്രമാത്രം BJPയിൽ പോയി ശോഭിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അത് അവരുടെ കഴിവ് പോലെ കാര്യങ്ങളിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഇനിയിപ്പം മറ്റു ചില ആരോപണങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് വീഴ്പരക്കിന്റെ ഭാഗമായിട്ട്. അത് ഒരു കാര്യം ബിന്ദു കൃഷ്ണയുടെ ഒരു പ്രസ്താവനയാണ്. മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ പറഞ്ഞു, പത്മജയുടെ ഭർത്താവിനെ ഡോക്ടർ വേണുഗോപാലിനെ മുമ്പ് ED ചോദ്യം ചെയ്തിരുന്നു. ED പേടിച്ചിട്ടാണ്, ED പേടിയുടെ പേരിലാണ് പത്മജ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുന്നത്.
അതിന് കെ സുരേന്ദ്രന്റെ ഒരു ബോംബ് കെ സുരേന്ദ്രൻ പൊട്ടിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പൊ ഈ പറയുന്ന ഈ നേതാക്കളിൽ ചിലര് ഇതിപ്പോ ഇ ഡി ആരോപണം ഉന്നയിച്ച ഈ നേതാവ് മുമ്പ് പലതവണ ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് BJP-യിലേക്ക് വരുന്നതിനെ പറ്റി എന്ന് കെ സുരേന്ദ്രൻ, ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, BJP-യുടെ പ്രസിഡന്റാണ് വിളിച്ചു പറയുന്നത്. അവിടെ ബിന്ദു കൃഷ്ണ കുടുങ്ങിയിരിക്കുകയാണ്. അതായത് പത്മജയ്ക്ക് മുമ്പേ BJP-യിലേക്ക് പോകാൻ പിൻവാതിൽ ചർച്ച നടത്തിയ നേതാവാണ് ബിന്ദു കൃഷ്ണ എന്നാണ് കെ സുരേന്ദ്രൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ വിഴുപ്പലക്കൽ തീരില്ല. ഇനി ബിന്ദുകൃഷ്ണയുടെ അടുത്ത റൗണ്ട് വഴി വരും. പിന്നെ സുരേന്ദ്രന്റെ അടുത്ത മറുപടി വരും. എവിടെ വെച്ചൊക്കെ കണ്ടു കേട്ടു, എവിടെയായിരുന്നു രഹസ്യ കൂടിക്കാഴ്ചകൾ, ഇതൊക്കെ ഇനി പുറത്ത് വരും ദിവസങ്ങളിൽ കൊഴിപ്പിക്കാൻ ഇത് വരാനിരിക്കുകയാണ് കാര്യങ്ങൾ. ഇവിടെ തീരില്ല. പിന്നെ മറ്റൊന്ന്, ഈ പത്മജ എന്ന പേര് അതൊരു തമാശയായിട്ട് ഞങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പത്മത്തിൽ ജനിച്ചവളാണ് പത്മജ. പത്മത്തിൽ ജനിച്ചവളെയാണ് പത്മജ എന്ന് വിളിക്കുക. പത്മ എന്ന് പറഞ്ഞാൽ താമര. അപ്പോൾ ലീഡർ കെ കരുണാകരനും കല്യാണിക്കുട്ടിയമ്മയും അതോ ബന്ധുക്കളൊക്കെ ചേർന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പത്മജയ്ക്ക് ഈ പത്മജ എന്ന പേര് മകൾക്കിട്ട് എന്നാണ്. കാരണം ആ പേരിന്റെ അർത്ഥത്തിലേക്ക് പത്മജ പോയിരിക്കുന്നു. പത്മത്തിൽ താമരയിൽ ജനിച്ചവൻ താമരയിലേക്ക് പോയിരിക്കുന്നു. എത്ര നാളെ ആണിങ്ങനെ ഈ കൈയും പിടിച്ചു നിൽക്കുക? കുറെ കഴിയുമ്പോൾ കൈക്ക് ക്ഷീണം, കൈക്ക് വേദന വരില്ലേ, കഴപ്പ് വരില്ലേ? അപ്പൊ കൈ നമ്മൾ മടക്കും. അപ്പൊ അതുകൊണ്ട് പത്മജ താമരയിൽ ജനിച്ചവൾ താമരയിലേക്ക് പോയി എന്ന് വിചാരിച്ച് കോൺഗ്രസ്സുകാർ സമാധാനിക്കുക. അത്രേ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളൂ. ഇനി ആരൊക്കെ ഇനി ചേരുമെന്നതാണ് പ്രതീക്ഷ BJP-യിൽ. ഒരിടത്ത് പ്രതീക്ഷ, ആകാംക്ഷ ഇവിടെ BJP ക്യാമ്പിൽ, മറുവശത്തോ ആശങ്ക, ഉത്കണ്ഠ ഇവിടെ കോൺഗ്രസ് പാളയത്തിൽ. ഇനി ആര് പോവും? ഇനിയും ചാടുമോ കപ്പലിൽ നിന്ന് ആൾക്കാർ? കപ്പലിനകത്ത് ഓട്ട വീണ് കഴിഞ്ഞ് ഇനി ആരൊക്കെ ചാടും? ആശങ്ക, ഉത്കണ്ഠ, ഈ വികാരങ്ങളാണ് ഒരു പക്ഷത്ത്. മറുവശത്ത് പ്രതീക്ഷകളാണ്. ഇനിയും ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് ചിലര്. കേരളത്തിലും ഇതൊക്കെ നടക്കുമെന്ന് BJP-യുടെ തെളിയിക്കലാണ് ഈ നടക്കുന്നത്. അവിടെയാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. ഇതാണ് ഇതുവരെയുള്ള ലേറ്റസ്റ്റ് കാര്യങ്ങൾ. അപ്പൊ കൂടുതൽ വിഴുപ്പലക്കൽ നമ്മൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അതുവരെ നമുക്ക് കാത്തിരിക്കാം.